രാഹുൽ വരുന്നതിന്റെ സന്തോഷം ഒരു ഭാഗത്ത്, തിരഞ്ഞെടുപ്പിൽ ഇക്കുറി വീണ്ടും ഊഴം തേടിയെത്തുന്ന നമ്മുടെ ടി ജെ വിനോദ്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാഹുലും കൂടി എത്തുമ്പോൾ ടോപ്പ് ഗിയറിലേക്ക് വരും. തീർച്ചയായിട്ടും കേരളത്തിൽ UDF വലിയ തരക്കുണ്ടാക്കും. ഉഷാറാണ്. ഒരു ആശങ്ക മുഖത്ത് കാണുന്നില്ല. ഒരാശങ്കയില്ല. എന്താണ് ഇത്ര കോൺഫിഡൻസിന്റെ കാര്യം? കാരണം ഈ നിയോജക മണ്ഡലം UDFന്റെ ഒരു കുറച്ച കോട്ടയാണ്. ഇവിടെ UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ്. എനിക്കത് 98-ലാണ് സെബാസ്റ്റ്യൻ പോളാണ് അവസാനം വിജയിച്ചത്. അതെ. അതായത് കാൽ നൂറ്റാണ്ട് കാലം ഈ ബൈ ഇലക്ഷനിൽ 98-ല് അതിനു മുമ്പ് സാനുമാഷം കണ്ടാണ് അല്ലേ? അന്ന് റിബലുണ്ട്. അപ്പൊ സാനുമാഷും സെബാസ്റ്റ്യൻ പോളും മാത്രമേ ഈ മണ്ഡലത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്ത് ജയിച്ചിട്ടുള്ളൂ. കാൽ നൂറ്റാണ്ട് കാലം UDFന്റെ കയ്യിൽ ഭദ്രമാണ്. ഇപ്പോൾ ടി ജെ വിനോദിന്റെ കയ്യിലും അത് ഭദ്രമാണ്. ജയിച്ചാ മന്ത്രിയാ, അത് സന്തോഷമാണ്. പക്ഷെ പാറയാണെന്ന് മനസ്സിലായി. പാറയല്ല കേട്ടോ, സന്തോഷമായിട്ട് പറഞ്ഞു. അവിടെ എറണാകുളത്ത് നിന്നൊക്കെ ഒരു മന്ത്രി വരിക എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയിൽ വീരാജി ഉള്ളതുപോലെ ജയിച്ചാലാണ്. അതും കൂടി പറഞ്ഞേക്കാം, എന്നെ ട്രോളണ്ട. അപ്പോൾ എങ്ങനെയാ, സജീവമാണല്ലോ കാര്യങ്ങളൊക്കെ? എല്ലാ കാര്യങ്ങളും വളരെ സജീവമാണ്. നാളത്തോടുകൂടി എൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി അവസാനിക്കും. പിന്നെ ഇൻഡിവിജ്വലായിട്ട് വീടുകളിൽ കയറും. നാളെ കൊണ്ട് അത് അവസാനിപ്പിച്ച് നേരെ വീടുകളിലേക്ക് കയറുകയാണ്. രാവിലെ വീടുകളിൽ കയറും, ഉച്ച കഴിഞ്ഞിട്ട് പര്യടനം. അങ്ങനെയാണ്. മൊത്തത്തിലൊരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? അല്ല, നമുക്കറിയാം ഈ കേരളത്തിലെ 10 വർഷക്കാലമായി ഭരിക്കുന്ന ഈ ഗവൺമെന്റിനെതിരായ ഒരു ജനവികാരമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ വിനോദ്, എൻ്റെ ഒരു ചോദ്യം ഞാൻ മിക്കവാറും എല്ലാ MLA-മാരും ചോദിക്കാറുണ്ട്. MLA-മാരും ചോദിക്കുമ്പോഴേ നിങ്ങളുടെ ഭരണനേട്ടത്തെ കുറിച്ച് നിങ്ങൾ പറയുമല്ലോ, പക്ഷെ നിങ്ങളുടെ ഭരണനേട്ടത്തിന് പാതി സർക്കാരും അവകാശപ്പെടും. ഇപ്പം നല്ല റോഡ് വന്നാൽ സർക്കാർ പറയും ഞങ്ങൾ കൊടുത്തിട്ടാണ് ആ നേതാവ് ഉണ്ടാക്കിയതെന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ MLA-മാരെന്നുള്ളത് നമ്മളുടെ ഒരു ഇടപെടലാണ് ഗവൺമെന്റിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ കഴിയുന്നത്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് MLA-മാർക്കുള്ളതാണ്. പക്ഷെ സർക്കാർ അത്യാവശ്യം സഹായിച്ചിട്ടുണ്ടോ വിനോദിനെ? സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗമായി ഒരു റവന്യൂ വരുമാനത്തിന്റെ സിംഹഭാവം കിട്ടുന്ന കൊച്ചിക്ക് സഹായം കൊടുക്കാൻ സർക്കാർ ബാധ്യതയുണ്ടല്ലോ. അത് അവരുടെ അവതാരിയുമല്ല, ഞങ്ങളുടെ അവകാശമാണ്. മൊത്തത്തിലൊരു ഫീൽ ഗുഡ് ഫാക്ടർ എറണാകുളത്ത് MLA എന്ന നിലയിലുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് നല്ല കോൺഫിഡൻറ്റിലാണ് ഞാൻ മുന്നോട്ട് പോയി. ഇപ്പോൾ ഈ FCRA ഭേദഗതിയൊക്കെ വന്നു. എറണാകുളം, കൊച്ചി പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ സഭയുടെ നിലപാട് വളരെ വളരെ നിർണായകമാണ്. അപ്പോൾ FCRA ഭേദഗതി വരുന്നത് വലിയ ശക്തമായ പ്രതിഷേധം ഇന്ന് പാർലമെന്റിൽ ഉണ്ടാവും. BJPക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണോ? അല്ല, അത്തരം കാര്യങ്ങളെല്ലാം സഭയെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടേതായ നിലപാടും കാര്യങ്ങളും ഉണ്ട്. അവർ ആ കാര്യങ്ങളിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, രാവിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിൽ എങ്ങനെ ജീവിതമൊക്കെ ബാലൻസ് ചെയ്യുന്നത്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്, ഇഡ്ഡലി ദിനമാണ്. ഇഡ്ഡലി ഇഷ്ടമാണോ? ഇഡ്ഡലി എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വാക്കിന് വരുന്നതാണ്. എല്ലാവരുമായിട്ടും എനിക്ക് നല്ല പരിചയമാണ്. ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന 100 സീറ്റ് എന്നാണ്. ഇപ്പൊ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? അതല്ല കേവല ഭൂരിപക്ഷം എന്നാണ് തങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞത്? അല്ലല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് 100 സീറ്റിലധികം നേടി. ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ഡീൽ എറണാകുളം മണ്ഡലത്തിലുണ്ടോ? അല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഡീല് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മൊത്തത്തിൽ ഒരു ഡീൽ എറണാകുളത്ത് എനിക്ക് അത്ര ഒരു ഡീല് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് ഡീലുണ്ടെങ്കിലും നമുക്കത് ഓവർകം ചെയ്യാൻ. വോട്ടർമാരോട് പറയാൻ എന്തുകൊണ്ട് ടി ജെ വിനോദിനെ വിജയിപ്പിക്കണം നേരിട്ടൊക്കെ പറഞ്ഞോളൂ. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ MLA എന്നുള്ള നിലയിൽ ഈ നിയോജകമണ്ഡലത്തെ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ പങ്കാളിയായിട്ടുണ്ട്. ഈ നിയോജകമണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് ആണെങ്കിലും, വടുതല ROB ആണെങ്കിലും, വടുതല പേരണ്ടൂർ പാലമാണെങ്കിലും, അറ്റ്ലാന്റിസ് ROB ആണെങ്കിലും, എറണാകുളം മഹാരാജാസ് കോളേജിലെ സിന്തറ്റിക് ട്രാക്ക് ആണെങ്കിലും, ഓക്കി ടർഫ് ആണെങ്കിലും, കുഞ്ഞുങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ഗുഡ് മോർണിംഗ് എറണാകുളം പദ്ധതിയാണെങ്കിലും, കരുതലായ എറണാകുളം എന്നുള്ള പണമില്ല എന്ന കാരണത്താൽ ചികിത്സ നിഷേധിക്കാതിരിക്കാൻ ഉള്ള പദ്ധതി, മെഗാ മെഡിക്കൽ ക്യാമ്പാണെങ്കിലും, അങ്ങനെ നിരവധിയായ അടിസ്ഥാന സൗകര്യ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാലയങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിലായാലും നിരവധിയായ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് മോർണിംഗ്. ഉഷാറല്ലേ? നടക്കാനിറങ്ങിയതാണ്. റിപ്പോർട്ടർ ടീമിന്റെ പരിപാടി കണ്ടപ്പം ഒന്ന് സംസാരിക്കണം തോന്നി. അപ്പോൾ ഇപ്പൊ ടി ജെ വിനോദിന്റെ കണ്ടു. ഞാനിവിടെ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഞങ്ങൾക്ക് സ്പീഡിൽ പോകണം എന്നുള്ളതാണ്. ഞാൻ തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടറാണ്. തൃക്കാക്കര മണ്ഡല സ്ഥാനാർത്ഥി പറഞ്ഞ പതുക്കെ പോയാൽ മതി. എന്തിനായിട്ടാ തിരക്ക്? അല്ല, തിരക്കുന്ന ഞങ്ങൾക്ക് സ്പീഡിൽ പോകണം. ചൈന വളർന്നതുപോലെ ചൈനയും ഇന്ത്യയും സ്വാതന്ത്ര്യം കിട്ടുന്ന ഏതാണ്ട് ഒരു സമയത്താണ്. ചൈന ലോകം പിടിച്ചടക്കി, ഇന്ത്യ ഇന്ന് താഴെ നിൽക്കുന്നു. അപ്പൊ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനം വേണം. ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല. ലോകത്തൊരാൾ പോലും പട്ടിണി കിടക്കാൻ
ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കണമെങ്കിൽ ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് പോലും ഭക്ഷണം കൊടുക്കണമെന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടുത്തെ മന്ത്രിസഭ തീരുമാനിച്ചിട്ടാണ് നടപ്പാക്കിയത്. വേറെ എവിടെയെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണോ ചേട്ടൻ പറയുന്നത്? ഒട്ടുമില്ല. ഇപ്പൊ പുതിയ തലമുറയ്ക്ക് ഈ ലോകം വളരുന്നവർ കാണുകയാണ്, കേരളം വളരുന്നവർ കാണുകയാണ്, അതിന്റെ ഒപ്പം അവർ കൂടെ പോരുകയാണ്. അപ്പൊ ഈ 100 സീറ്റ് UDF കിട്ടുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണോ? അവര് പറയുമല്ലോ, അവര് ഡീലിന്റെ കാര്യം പറഞ്ഞല്ലേ. ഓൾറെഡി ഞാൻ മറ്റത്തൂരുകാരനാ. 4 സീറ്റ് BJP, മറ്റത്തൂര് 4 സീറ്റ് BJP, 10 സീറ്റ് കോൺഗ്രസ്. അവിടെ ഭരിക്കുന്നത് BJP. അപ്പൊ ഡീൽ എവിടെയല്ലേ? ഡീൽ അവരാണ്. തിരുവനന്തപുരത്ത് നോക്കിക്കോ. എന്താ ചെയ്യണേ? ഞാനോ? ഞാൻ പല കച്ചവടം ഉണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകനാണോ? പാർട്ടി അനുഭാവിയാണ്. പാർട്ടി മെമ്പർ അല്ല? അല്ല. അപ്പം ഇടതുപക്ഷം തുടരുമെന്നാണ്. തുടരുന്നല്ലോ, ഈ രാജ്യത്തിന്റെ ആവശ്യം അതല്ലേ. അതാണ് രാജ്യത്തിന്റെ ആവശ്യമാണ്. മറ്റത്തൂർക്കാരനാണ്. അപ്പൊ ഡീല് നേരിട്ട് അനുഭവിച്ച ആളാണ് അല്ലേ? ശശീന്ദ്രൻ. ശശീന്ദ്രൻ ചേട്ടാ.